പേര് സൂര്യ. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന സ്ഥലത്തു നിന്നാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഞാനിവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് എൻ്റെ മകനും ഭർത്താവിനും വേണ്ടിയിട്ടാണ്. മകന് 2.5 വയസ്സ് വരെ നന്നായിട്ട് കുഞ്ഞു കാര്യം പറയുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു 2.5 വയസ്സ് കഴിഞ്ഞപ്പം തൊട്ട് സംസാരത്തിൽ ചെറിയ വിക്ക് പോലെ ചെറുതായിട്ട് വന്നു. അത് പിന്നീട് മാറുമെന്ന് വിചാരിച്ചിരുന്നു. 3 വയസ്സായി, മാറിയില്ല. പിന്നീട് ഞാൻ പല സ്പീച്ച് തെറാപ്പി സെൻറ്ററുകളിലും കുഞ്ഞിനെയും കൊണ്ട് പോയിരുന്നു. അവിടെ ചെന്ന് സ്പീച്ച് തെറാപ്പി ആ ഒരു സമയത്ത് കുഞ്ഞ് കാര്യം പറയും, പിന്നെ വീട്ടിലെത്തുമ്പോൾ പിന്നീട് കുഞ്ഞിന് വിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നീട് ഞാനിവിടെ ഒരു 15/11/2022 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. കുഞ്ഞിൻ്റെ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടിയ വിശുദ്ധ തൈലവും തേനുമൊക്കെ കൊണ്ട് വീട്ടിൽ പോയി കുഞ്ഞിനെ വെച്ച് മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി കുഞ്ഞിന് വിശുദ്ധ തൈലം കുഞ്ഞിൻ്റെ തൊണ്ടയിൽ തേച്ച് കൊടുക്കുകയും തേൻ കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴുണ്ട് മകൻ കാര്യം എന്തോ അമ്മാന്നൊന്ന് വിളിച്ചു. പിന്നെ കാര്യം കുഞ്ഞിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടിയുടെ കാര്യം എൻ്റെ അടുത്ത് പറയുകയാണ്. അത് നന്നായിട്ട് യാതൊരു വിക്കും കൂടാതെയാണ് കുഞ്ഞെന്നോട് അത് പറയുന്നത്. അത് കേട്ടപ്പം തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവിനോട് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും എനിക്ക് നന്ദി ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് അതിന് ശേഷം നന്നായിട്ട് കാര്യം പറയുകയും നല്ല കഥ പറയുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ വിക്ക് മാറ്റി തന്നതിന് ഞാൻ 1000 കോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു കാലിന് വേദന വന്നു. അത് മാറും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നീട് അത് മാറാതിരുന്നപ്പം പോയി സ്കാൻ ചെയ്തപ്പം ഈ കൊറോണ കഴിഞ്ഞുള്ള സമയത്താണ് ഈ ഒരു കാലിന് വേദന വരുന്നത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ എന്നറിയത്തില്ല. കാലിൻ്റെ സ്കാൻ ചെയ്തപ്പോൾ AVN എന്ന് പറഞ്ഞൊരു അസുഖമാണ് വന്നത്. അതായത് അവാസ്കുലാർ നെക്രോസിസ്. നമ്മുടെ ഹിപ്പ് ഭാഗത്ത് നിന്ന് കാലിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഒരു രോഗമാണിത്. അപ്പോൾ ഈ ഒരു രോഗം ആദ്യം ഒരു കാലിലാണ് വന്നത്. ആ ഒരു കാല് ഉടൻ തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് തന്നെ സർജറി ചെയ്തു. റെസ്റ്റ് എടുക്കാനായിട്ട് നാട്ടിൽ വന്നു. പിന്നെ എല്ലാം മാറി തൊട്ടടുത്ത കാലിനും കൂടി ഈ ഒരു രോഗം പിന്നീട് വന്നു. അവിടെ ഗൾഫിൽ വെച്ച് തന്നെയാണ് സർജറി ചെയ്തത്. നാട്ടിൽ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നു. പക്ഷേ വേദന മാറുന്നുണ്ടായിരുന്നില്ല. നടക്കുമ്പോഴൊക്കെ ചെറിയ മുടന്തും അതുപോലെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകാത്ത ഹോസ്പിറ്റലുകളില്ല. എല്ലായിടത്തും പോയിട്ടും കുറേ ടാബ്ലറ്റൊക്കെ തരും, അതെല്ലാം കഴിക്കും, പക്ഷേ വേദന മാറത്തില്ല. പിന്നീട് ഞങ്ങൾ ഹസ്ബൻഡും ഞാനും കൂടെ ഇവിടെ കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ സെയ്ത്ത് പൂശി ഹസ്ബൻഡിൻ്റെ ഹിപ്പ് ഭാഗത്ത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് 4ാമത്തെ ഉടമ്പടിയായിരുന്നു, അതൊക്കെ പുതുക്കി വീട്ടിൽ ചെന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഒരുമിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നതൊക്കെ. മാതാവിനോട് ഹസ്ബൻഡും ഞാനും കരഞ്ഞ് ഞങ്ങൾ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മാറിയില്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ വിഷമിച്ച ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡിന് ആ ഒരു 4 മാസമായിരുന്നു ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കമ്പനിയിൽ നിന്ന് കയറി പോകാൻ വേണ്ടിയിട്ട്. അതിനും ഉള്ളിൽ തന്നെ ഈ ഒരു വേദന ഞങ്ങൾക്ക് മാറേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ലായിരുന്നു. ഞങ്ങൾക്കത് മാതാവ് നടത്തി തരേണ്ട ഒരു അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരഞ്ഞ് മാതാവിനോട് മുട്ടിപ്പായി നിന്ന് രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു ഉടമ്പടി 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പം തന്നെ ഞങ്ങൾക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറി. അതുവരെ മുടന്തി നടന്നിരുന്ന ഹസ്ബൻഡ് നന്നായിട്ട് നടക്കുകയും വേദനയൊന്നുമില്ലാതെ ഹസ്ബൻഡിന് ഗൾഫിലേക്ക് ജോലി ചെയ്യാനായിട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഹസ്ബൻഡിന് അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്തു. ഹസ്ബൻഡിൻ്റെ സാലറിയൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഓരോ 1.5 മാസം 2 മാസം കൂടുമ്പോഴൊക്കെ സാലറി പെൻഡിങ് ആയിരുന്നു. സാലറി അങ്ങനെ ഞാനിവിടെ വന്ന് അടുത്ത 5ാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് അത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഹസ്ബൻഡിന് തൊട്ടടുത്ത മാസം മുതൽ തന്നെ സാലറി കറക്റ്റായിട്ട് കിട്ടുകയും കൂടാതെ സാലറിയിൽ വലിയ ഒരു വർധനവുണ്ടാവുകയും ചെയ്തു.
ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ രോഗികൾക്കൊക്കെ കൃപാസന പത്രം കൊണ്ട് കൊടുക്കുകയും ബസ് സ്റ്റാൻഡിൽ ഒക്കെ പോയി നിന്ന് അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ പത്രം വിതരണം ചെയ്യുകയും പിന്നെ സ്കൂട്ടറിലൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഹസ്ബൻഡ് പോയി അവിടെ പത്രം കൊണ്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ ചാരിറ്റി പ്രവർത്തകരൊക്കെ വരുമ്പോഴും ഞാൻ വസ്ത്രങ്ങളും പണമായിട്ടും ഒക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഓരോ മാസവും സാലറി അയക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഇത്ര രൂപ ഈ പറയുന്ന അക്കൗണ്ടിൽ ഹസ്ബൻഡ് ഓരോ രോഗികൾക്കും ഓപ്പറേഷൻ കഴിഞ്ഞവർക്കും ഒക്കെ എൻ്റെ അടുത്ത് പറയും ഇത്ര രൂപ അയച്ചു കൊടുക്കണമെന്ന് പറയുമായിരുന്നു. ഞാൻ അതുപോലെയൊക്കെ അവർക്കൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയെ ഞാൻ ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും എനിക്ക് എൻ്റെ മുന്നിൽ വന്ന് ഞാൻ ഒരു തിരി കത്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് മകളെ എന്ന് വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് തന്ന എൻ്റെ മാതാവിനോട് ഞാൻ 1000 കോടി നന്ദി പറയുന്നു. മാതാവേ നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി അറിയിച്ചു തുടങ്ങി. എൻ്റെ കുടുംബത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയും തിരുകുമാരൻ്റെയും അനുഗ്രഹത്താൽ എൻ്റെ ഈ രോഗത്തിന് ശാന്തിയും ആരോഗ്യപരമായി എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞതും എൻ്റെ കുഞ്ഞിൻ്റെ വിക്കിൻ്റെ പൂർണ്ണമായും അവന് സംസാരിക്കാൻ കഴിയുന്നതും എല്ലാം അമ്മയുടെ അനുഗ്രഹത്താൽ മാതാവ് എന്നെ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. എല്ലാത്തിനും ഇനിയും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്നു.